ഇപ്പോൾ നൽകാൻ കഴിയുന്ന ഏറ്റവും സുപ്രധാനമായ വിവരം, കഴിഞ്ഞ ദിവസം 5 നമ്മുടെ ധീര ജവാന്മാരുടെ ആ ഒരു ബലിദാനം ഇല്ലെങ്കിൽ അവരുടെ രക്തസാക്ഷിത്വത്തിന് പ്രതികാരം ചെയ്യുമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരിക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ പ്രതിരോധ സെക്രട്ടറി ഗിരിധർ അർമൻ അറിയിച്ചിരിക്കുന്നത് തങ്ങൾ പ്രതികാരം ചെയ്യാതെ പോയിട്ടില്ല, പ്രതികാരം ചെയ്യുമെന്ന് തന്നെ പച്ചയ്ക്ക് പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. കട്വയിൽ ബദ്നോട്ട എന്ന പ്രദേശത്ത് പെട്രോളിംഗ് ഇറങ്ങിയ ജവാന്മാർക്ക് നേരെയാണ് ഭീകരർ ഒളിയാക്രമണം നടത്തിയത്. അതിൽ രക്തസാക്ഷിത്വം മരിച്ച നമ്മുടെ ധീര ജവാന്മാരുടെ ഓരോ തുള്ളി ചോരയ്ക്കും പകരം ചോദിക്കുമെന്ന് പറഞ്ഞ സമാനമായ രീതിയിൽ തന്നെയായിരുന്നു ഇന്ത്യ ബാലക്കോട്ട് ആക്രമണത്തിന്, സർജിക്കൽ സ്ട്രൈക്കിന് തൊട്ടു മുമ്പും ഇതിന് സമാനമായ രീതിയിൽ ഒരു പ്രസ്താവന നടത്തിയിരുന്നു. ഏതായാലും ഇന്ത്യ ഇപ്പോൾ സ്ഥിരീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് പാകിസ്ഥാൻ ബേസ് ചെയ്തിട്ട് തന്നെ നടന്ന ഒരു ഭീകര പ്രവർത്തനമാണ് എന്ന് തന്നെ. കഴിഞ്ഞ 2 മാസത്തിന് മുൻപ് കുറച്ച് ഭീകരർ ജമ്മു കാശ്മീരിൽ കടന്നു കയറിയ വാർത്തകളും മറ്റുമുണ്ടായിരുന്നു. അന്നു മുതൽ തന്നെ സൈന്യം ഓപ്പറേഷൻ തുടങ്ങിയിരിക്കുന്നതാണ്. ഒപ്പം തന്നെ ഇപ്പോൾ പ്രതിരോധ സെക്രട്ടറി പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ഭീകരരെ വേട്ടയാടാൻ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നുകൂടി പറഞ്ഞിരിക്കുന്നു. അതായത് ഏത് നിമിഷവും ഒരുപക്ഷെ ഇന്ത്യ അതിർത്തി കടന്നൊരു സർജിക്കൽ സ്ട്രൈക്കിന് മുതിർന്നേക്കാം എന്ന്. കാരണം വളരെ പച്ചയ്ക്ക് ക്ലിയർ ആയിട്ട് തന്നെയാണ് ഈ പ്രതിരോധ മന്ത്രാലയം പറഞ്ഞിരിക്കുന്നത്. ഈ ജവാന്മാരുടെ രക്തസാക്ഷിത്വത്തിന് ഞങ്ങൾ പ്രതികാരം ചെയ്യുക തന്നെ ചെയ്യുമെന്ന് ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.